ഹലോ ഫ്രണ്ട്സ്, മെഷീൻ യൂസ് ചെയ്യാൻ അറിയാത്ത എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇതിൽ ഞാൻ പഠിപ്പിക്കുന്ന ലെസൺ 1 എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഈ നീഡിൽ നമ്മൾ നൂല് കോർക്കുന്നതും പിന്നെ ബോബിനിൽ നൂല് നിറയ്ക്കുന്നതും ആ ബോബിൻ എങ്ങനെ മെഷീനിൽ ഫിക്സ് ആക്കാം, പിന്നെ ലാസ്റ്റായിട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോഴുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഇതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ സൂചിയിൽ എങ്ങനെ നൂല് നിറയ്ക്കാൻ നോക്കാം. അപ്പോൾ ഈ നൂലിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു കുഞ്ഞ് നോച്ചുണ്ടാവും, അതിലൂടെ കയറ്റിയതിന് ശേഷം ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് ആ ഒരു ചെറിയ വീലിലൂടെ നൂല് കയറ്റുക. പിന്നെ ആ സ്റ്റീലിൻ്റെ ബാക്കിലൂടെ കയറ്റി വന്നതിന് ശേഷം ഇവിടെയുള്ളൊരു ഹോൾ ഉണ്ടാവും, ആ ഹോളിലേക്ക് കൂടി ഇട്ട് കൊടുക്കുക. ഓക്കെ, അതിലേ ഇട്ടിട്ടാവുമ്പോൾ താഴെ ഒരു സ്റ്റീലിൻ്റെ ഒരു വയറ് പോലത്തെ ഇതുണ്ടാവും, ആ വയറിലൂട്ടിയും താഴത്തെ ഹോളിലൂട്ടിയും കൂടി കടത്തിയതിന് ശേഷം എപ്പോഴും ചെയ്യുന്ന പോലെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ആ നീഡിലേക്ക് നൂല് കയറ്റി കൊടുക്കുക. ഓക്കെ, ഇങ്ങനെയാണ് നൂല് കോർക്കേണ്ടത്. ഇത് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് ബോബിനിൽ എങ്ങനെയാണ് നൂല് നിറയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നൂലെടുത്തിട്ട് ഇപ്പുറത്തെ ഇതിലിട്ടിട്ടുണ്ട്, അവിടെയാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ. പിന്നെ ഈ ഒരു റൗണ്ട് നമ്മൾ കൈ കൊണ്ട് നൂല് ചുറ്റി കൊടുത്തതിന് ശേഷം ആ ഒരിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഫിക്സ് ആക്കാൻ വേണ്ടി ആ ഒരു ഇത് താഴേക്ക് പ്രസ് ചെയ്ത്, ഓക്കെ, മറ്റേ ഇത് പ്രസ് ചെയ്താൽ അത് പൊങ്ങും, ഇത് താത്തും. ഓക്കെ, ഇനി നമ്മൾ ഒരു വിരൽ വെച്ചിട്ട് ഈ നൂലൊന്ന് ബോബിന് നേരെ പാരലായി പിടിച്ചു കൊടുക്കണം. അങ്ങനെ പാരലായി പിടിച്ചു കൊടുത്താൽ ഇതിന് കുറച്ചും കൂടി ഈസി ആയിരിക്കും ചെയ്യാൻ. അപ്പോൾ ഇത് വീലൊന്ന് തിരിച്ചതിന് ശേഷം കാലുകൊണ്ടും ചവിട്ടി ആ കൈ അവിടെ വെച്ച് കൊടുത്തിരിക്കുന്നത് ഈസി ആയിട്ട് അത് പ്രസ്സായി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ചെയ്യേണ്ടത്ര ചെയ്തിട്ടാവുമ്പോൾ നമുക്കത് എടുത്തു മാറ്റാം. അതിന് ശേഷം നൂല് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ആ ഒരു നോച്ചുണ്ടാവും ബോബിൻ കേസിൽ, ആ നോച്ചിലേക്ക് ഈ നൂല് കടത്തി കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഹോൾസിലേക്ക് നൂല് വരുന്നവരൊന്ന് വലിക്കുക, അപ്പോൾ ഈ ഹോൾസിലൂട്ട് നൂല് വരും. ഓക്കെ, ഇനി ഇതെങ്ങനെ ഹോൾഡ് ചെയ്യുന്നതെന്ന് ഫസ്റ്റ് നോക്കാം. അപ്പോൾ മിഡിൽ ഫിംഗറും തമ്പും വെച്ചിട്ട് ഇത് പിടിക്കാം. അപ്പോൾ പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നൂലിങ്ങനെ പുറത്തേക്ക് വരും. അപ്പം നമ്മൾ ഇൻഡെക്സ് ഫിംഗർ വെച്ചിട്ട് ആ ഒരു സാധനം ഒന്ന് പുൾ ചെയ്യാം. അപ്പം എന്ന് വെച്ചാൽ ഇത് പിന്നെ നൂല് വീഴില്ല. ഇനി നമുക്ക് ഈ ഒരു പൊസിഷനിൽ വേണം നമ്മൾ ഈ മെഷീനിലേക്ക് ഇത് ഫിക്സ് ചെയ്യാം. ഇനി നമുക്ക് മെഷീനിൽ ഇത് ഫിക്സ് ചെയ്യാം. ഇതാണ് ആ ഒരു നോച്ച് ഉണ്ട്, ആ ഒരു സാധനം, ആ സ്റ്റീലിൻ്റെ ആ സാധനം നോച്ചിലേക്ക് കൃത്യമായി വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം ആ ഒരു ഇൻഡെക്സ് ഫിംഗർ റിലീസ് ചെയ്യുക. എന്നിട്ട് എടുക്കുമ്പോഴും ഇൻഡെക്സ് ഫിംഗർ കൊണ്ട് അത് പുൾ ചെയ്തതിന് ശേഷം വേണം എടുക്കാൻ. ഓക്കെ, ഇങ്ങനെ എടുത്തു. അപ്പോൾ ഇത് വെച്ചത് ശരിയായിട്ടില്ലെങ്കിൽ അതിങ്ങനെ താഴേക്ക് പോകും. അപ്പോൾ നമ്മൾ ഇൻഡെക്സ് ഫിംഗർ കൊണ്ട് അത് പുഷ് ചെയ്തിട്ട് ഒന്ന് വെച്ചിട്ടതിന് ശേഷം റെഡിയാക്കുക. അപ്പോൾ ഇനി ഒരു ക്ലോത്ത് പീസ് എടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. നമ്മളെല്ലാം റെഡിയാക്കി കഴിഞ്ഞ് ഇനി ഇവിടെ ഒരു ലെവറുണ്ട്, ഇത് താക്കുന്നത് നമ്മുടെ തുണി അവിടെ ഫിക്സായി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ വീല് ചെറുങ്ങനെ ഒന്ന് തിരിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ആ നീഡിൽ താഴേക്കും മുകളിലേക്കും ആകുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ അപ്പുറം തന്നെ നമ്മൾ കാല് ചവിട്ടുന്നെടുക്കാൻ വെച്ച് നോക്കുക. അപ്പോൾ ഈ കാല് വെച്ച് മുകളിലും താഴേക്കും ഇങ്ങനെ ചവിട്ടി കൊടുക്കുക. അപ്പോൾ ഇവിടെ സ്റ്റിച്ച് വീണ് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി. ഓക്കെ, ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇനി ആ ലെവറും സൂചിയും തുണിയിൽ നിന്ന് പൊക്കിയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. രണ്ട് മുകളിലും താഴത്തെയും ത്രെഡ് കട്ട് ചെയ്ത് മാറ്റുക. അപ്പം ഇനി നമുക്ക് സ്റ്റിച്ച് ലെങ്ത്തിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കാം. ഇതാണ് സ്റ്റിച്ച് ലെങ്ത്ത് അഡ്ജസ്റ്റർ. ഇത് മുകളിലേക്കാക്കിയാൽ വിട്ടുവിട്ടിട്ടുള്ള സ്റ്റിച്ചും ആ ഒരു സെൻറ്ററിലേക്ക് യെല്ലോ പോർഷനിൽ സെൻറ്ററിലേക്ക് ആക്കിയാൽ അടുപ്പിച്ചടുപ്പിച്ചുള്ള സ്റ്റിച്ചും കിട്ടും. താഴത്തെ പോർഷൻ എന്ന് പറയുന്നത് റിവേഴ്സ് സ്റ്റിച്ചിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, എല്ലാവരും ഇവിടെ ഫോർവേഡ് സ്റ്റിച്ചാണ് പൊതുവെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ബാക്ക്വേർഡ് സ്റ്റിച്ചും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ബേസിക്കായിട്ട് ഒരാൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയൊക്കെ അറിയേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ചെയ്ത് നോക്കണേ.